ഒളകരയിൽ വിതരണത്തിനുള്ള ഭൂമി കണ്ടെത്തി. അർഹരായ 44 കുടുംബങ്ങൾക്കാണ് ഒളകരയിൽ സ്വന്തമായി കൈവശാവകാശ രേഖയോടെ ഒരേക്കറോളം ഭൂമി ലഭിക്കുക. ഒളകരയിലെ ആദിവാസി ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനായി കളക്ടർ എസ് ഷാനവാസും ചീഫ് വിപ്പ് കെ രാജനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് സ്കെച്ച് തയ്യാറാക്കി അനുമതിക്കായി DLCയിലേക്ക് അയച്ചു. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദീർഘകാലമായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ തുടർച്ചയായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്താൻ പല കാരണവശാൽ പറ്റിയിരുന്നില്ല. സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. നേരത്തെ ഏതാണ്ട് കഷ്ടി ഒരു വർഷക്കാലം മുമ്പ്, ഒരു വർഷമല്ല 1.5 വർഷക്കാലം മുമ്പ്, ഇപ്പോൾ കൊറോണ വന്നിട്ട് തന്നെ ഏതാണ്ട് ഒരു വർഷമായല്ലോ, ഒരു 1.5 വർഷക്കാലം മുമ്പ് ഈ പ്രശ്നം തുടർച്ചയായിട്ട് ഉന്നയിക്കുകയും ആവശ്യപ്പെടുകയും നിയമസഭയിൽ തന്നെ ഒരു സബ്മിഷൻ കൊണ്ടുവരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട നേരത്തെ കളക്ടറായിരുന്ന കൗശികൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ ഞങ്ങളൊക്കെ കൂടി വന്ന് വീണ്ടും ഒരു പരിശോധന നടത്തി നമ്മുടെ സെമിത്തേരി, അമ്പലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് നോക്കി കണ്ടെത്തി പോയതാണ്. അന്ന് മുതലൊരു വലിയ പരിശ്രമം ആരംഭിച്ചിരുന്നു. പിന്നീട് മാറി മാറി ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. ആ പരിശ്രമങ്ങളിൽ നമ്മൾ വിട്ടില്ല, തുടർച്ചയായിട്ട് അത് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു 1.5 വർഷക്കാലം മുമ്പ് ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ കൂടി എൻ്റെ കൂടി സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തരമായ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. പ്രിയപ്പെട്ട ജില്ലാ കളക്ടറും യോഗത്തിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആലോചന അനുസരിച്ച് അന്നത്തെ കളക്ടറോടും ജില്ലാ ഭരണകൂടത്തിനോടും അടിയന്തരമായി ഇവർക്ക് സ്ഥലം കണ്ടെത്താൻ ഉള്ള നടപടികൾ നടത്തണം എന്ന് പറഞ്ഞിരുന്നു. വനാവകാശ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള പരിമിതികളും സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ അതിനുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഗവൺമെന്റിന്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്ന സർക്കുലറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യത്വപരമായ പരിഗണനയോടെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യലാണ് ഗവൺമെന്റിന്റെ താല്പര്യം എന്നാണ്, ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഞാനും ആവശ്യപ്പെട്ടനുസരിച്ചാണ് യോഗം വിളിച്ചു ചേർത്ത് നിയമസഭയിൽ ഒരു പ്രത്യേക സബ്മിഷൻ അവതരിപ്പിക്കാനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തെ ആ ചുമതല ഏൽപ്പിച്ചു. നിലവിലുള്ള ജില്ലാ കളക്ടർ ഇപ്പം ഇന്ന് ഈ സ്ഥലം ഒന്നുകൂടി സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നമുക്ക് വളരെ അഭിനന്ദനാർഹമായ തരത്തിൽ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ സർവേ ടീം എളുപ്പമല്ല. ഈ ടോട്ടൽ റെക്കോർഡ്സ് ഡെസ്റ്റിനേഷൻ വെച്ചാണെങ്കിൽ ഇതൊന്നും അളന്നെടുക്കാൻ എളുപ്പമല്ല. വലിയ നിബിഡമായ വനാണെന്നൊക്കെ രേഖപ്പെടുത്തിയ സ്ഥലമാണ്. നടന്നു നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രേഖപ്പെടുത്തിയ സ്ഥലത്ത് ഈ കോവിഡിന്റെ കുറേ പരിമിതികൾക്കിടയിലും നമ്മുടെ സർവേ ടീം ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശവും ഇപ്പം നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ വനഭൂമി വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം അനുസരിച്ച് നല്ല മുൻകൈ ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് കളക്ടർ എടുക്കുന്നുണ്ട്. അതേ വിഭാഗത്തിൽ തന്നെ പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഒരു സർവേ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി. ഒരു വലിയ കടമ്പ അതുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുകയാണ്. സർവേ നടപടികൾ പൂർത്തീകരിച്ച് 44 പ്ലോട്ടുകളായി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രേഖാമൂലം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പുറമെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സെമിട്രിക്കും അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിനും വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ വേറെയും കരുതുന്ന തരത്തിലുള്ളൊരു സ്കെച്ച് സർവേ ടീം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊട്ടമൂപ്പനും മൂപ്പത്തിയും ഒക്കെ എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട്, തങ്കപ്പനും രതീഷും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം വീണ്ടും ഞങ്ങൾ 17-ാം തീയതി കളക്ടർ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. അന്ന് സർവേ ടീം ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇത് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. കളക്ടറുണ്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സജു ഉണ്ട്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യയുണ്ട്, വാർഡ് മെമ്പറായിട്ടുള്ള സുബൈദയുണ്ട്, നമ്മുടെ പീച്ചി ഫോറസ്റ്റ് DFO ഉണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ എല്ലാ കാലത്തും നമുക്ക് അനുകൂലമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ട്രൈബൽ ഓഫീസർ സന്തോഷുണ്ട്, CAയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റെല്ലാവരും മാത്യു ചേട്ടനും അബൂബക്കറും അടക്കം ബാക്കി എല്ലാവരും അവരുടെ എല്ലാ സാന്നിധ്യത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം കൂട്ടി ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം നടന്നു നോക്കി, കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 4.5 വർഷക്കാലമായി എൻ്റെ നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് പീച്ചി റിസർവെയറിനോട് ചേർന്ന് താമസിച്ചിരുന്ന ഭൂമിയുടെ ഉടമസ്ഥന്മാരായിട്ടുള്ള മനുഷ്യരാണ് ആദിവാസികളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ. 44 കുടുംബങ്ങളും പൂർണ്ണമായി അതിനർഹരാണ്. അവരൊരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ വളരെ നിർണായകമായ തരത്തിൽ മണിയങ്കണറിലുള്ളവർക്ക് ROR നേരത്തെ കൊടുക്കുന്നൊരു സമീപനം പിന്നെ ബഹുമാനപ്പെട്ട EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, K ഇസ്മായിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് നടന്നിരുന്നു. ഇപ്പോൾ ദീർഘകാല കാലത്തിന് ശേഷമാണ് നമ്മൾ താമരവെള്ളച്ചാലിലുള്ള ഏതാണ്ട് 11ഓളം അല്ലെ സന്തോഷം ഉണ്ടല്ലോ ഇവിടെ ഏതാണ്ട് 11ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നേതൃത്വപരമായ പങ്കുവഹിച്ച് ROR ഇപ്പോൾ കൊടുത്തു.
ഇതും ആ കാലഘട്ടത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്വാഭാവികമായും പീച്ചി റിസർവോയറിന്റെ ഭാഗത്ത് നിന്ന് 50കളിൽ താമസിക്കുകയും അവിടെ നിന്ന് പിന്നെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് കൂടിയായി അവിടെ നിന്ന് മാറ്റുകയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓടി പായിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പൂർവികരുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒളകര കോളനിയിലെ ഏറ്റവും പിന്നെ പ്രിയപ്പെട്ട മനുഷ്യർ. അവരുടെ അവകാശമാണ് ഈ കാട് എന്നുള്ളത്, ഈ ഭൂമി എന്നുള്ളത്. അവർക്ക് കൃഷി ചെയ്യാനുള്ളതാണ്. പിന്നെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായതുകൊണ്ടാണ് അവരെ ആ പേരിൽ തന്നെ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കൃഷി ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഏത് കാലത്തും നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഗവൺമെന്റിന്റെ താല്പര്യവും അത് തന്നെയാണ്. അതിനനുസരിച്ചാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ കളക്ടർ വിശദാംശങ്ങൾ ബാക്കി എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ പറയും. നമുക്ക് അടിയന്തരമായിട്ട് ജില്ലാതലത്തിലുള്ള കമ്മിറ്റി കഴിയുമെങ്കിൽ 2020 തന്നെ, ഇനിയിപ്പോൾ ഒരാഴ്ചക്കാലേ ഉള്ളൂ എങ്കിലും 2020 തന്നെ നമുക്ക് DLC ഒന്ന് കൂടാൻ കഴിഞ്ഞാൽ നമുക്ക് കളക്ടർ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനം ഇവിടെ എടുക്കാൻ കഴിയും. അതിനെ തുടർന്ന് നമുക്ക് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലേക്ക് പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഇത് കഴിയുന്നതിനെ തുടർന്ന് നമുക്ക് മന്ത്രിയുമായി നമുക്ക് നേരിട്ട് ഈ കാര്യത്തിൽ 1-ാം തീയതി രാവിലെ തന്നെ ഞാനും കളക്ടറും മന്ത്രി ഈ കാര്യത്തിൽ പ്രത്യേകമായി കാണുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഒളകരയിലെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് കൂടി 1-ാം തീയതി 1 മണിക്ക് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഒളകരയിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് മൂപ്പത്തിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കാം. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട്. അവരുകൂടി നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചതെന്നുള്ളതുകൊണ്ട് അതിനകത്ത് നമുക്ക് അംഗീകാരം കിട്ടും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഒറ്റക്കെട്ടായി ആ നടപടിക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് പ്രാഥമികമായിട്ട് നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. നല്ലതുപോലെയുള്ള സഹകരണമാണ് ഈ മേഖലയിലെ ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ജനപ്രതിനിധി എന്നുള്ള നിലയിലും ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിലും. ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ഒരു 4.5 വർഷക്കാലമായി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം മാറി വന്നവരെല്ലാം അക്കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധയെടുത്ത് കളക്ടർമാരും ജില്ലാ ഭരണകൂടവും അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി പിന്നെ നിയമങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ നിലവിലുള്ള DFO വന്നതിന് ശേഷം ഇക്കാര്യത്തിലൊക്കെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം പൊതുവിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ജില്ലാ ഭരണകൂടത്തിനോട് പ്രത്യേകിച്ച് പിന്നെ സർക്കാരിന്റെ പ്രതിനിധിയാണ് ഞാനെങ്കിലും ഇതിന്റെ ഭാഗമായി നല്ലതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടത്തെ, പ്രത്യേകിച്ച് സർവേ ടീമിനെ, ST ഓഫീസറെ, ഇവരെല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ പ്രശ്നം നമ്മൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് മാറി വരുന്ന ആളുകളൊക്കെ പല നിലവാരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇവരോട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അത്തരത്തിലുള്ളൊരു പിന്നെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമോ എന്നുള്ള പേടി നമ്മളോട് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യരായ ആളുകളുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്ര കൃത്യമായി സ്കെച്ച് തയ്യാറാക്കി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും, ഇപ്പോൾ കുട്ടാട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ആദ്യമായിട്ടായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ വന്നു തുടങ്ങുന്ന കാലത്ത് ഉണ്ടായിരുന്ന 2 പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മുടെ അരി വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. നമുക്കതിനെ നല്ലതുപോലെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും വളരെ വികാരനിർഭരമായിട്ട് ആലോചിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചതിനോട് പറഞ്ഞാണ് മരിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കയ്യിലെത്തിച്ചിട്ട് പോകണം. അങ്ങനെ ഒരിക്കലും മരിക്കാൻ പോകണില്ല എന്ന് വിചാരിക്കുക നമുക്ക്. എന്നാലും ഞങ്ങളുടെ കാലത്ത് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നിങ്ങളോട് പ്രകടിപ്പിക്കാനുള്ളത്. സഹകരണം തുടങ്ങാം. ആദരണീയരായിട്ടുള്ള ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മൂപ്പത്തി, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. ജനങ്ങൾക്ക് വലിയൊരു ഭയാശങ്കയും ചില സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫയൽ തുടങ്ങിയത്. ആ ഫയലിൽ ധാരാളമായിട്ട് മുൻവർഷങ്ങളിൽ ധാരാളം നടപടികളുണ്ടെങ്കിൽ പോലും ആവശ്യമില്ലാതെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ 4 മാസമായിട്ട് സമയബന്ധിതമായ രീതിയിൽ നമ്മൾ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നടപടികളെല്ലാം തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. സർവേ ആയാലും അതിനുശേഷം നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളായാലും. ഇപ്പോൾ ഇതിൻ്റെ നാൾ വഴി പറയാം, സർവേയും ബാക്കി എല്ലാ കാര്യങ്ങളും പരിഗണിക്കുകയും വിവിധ റിപ്പോർട്ടുകളുടെയും ബഹുമാനപ്പെട്ട ചീഫ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ, വനംവകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത മീറ്റിംഗ്, ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ പറഞ്ഞത് പൂർവമായ ഒരു തീരുമാനം ജില്ലയിൽ തീരുമാനിക്കുവാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത്. അത് ജനങ്ങളുടെ ആവശ്യമാണ്, അവരുടെ അവകാശമാണ്.
ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്തേക്ക് പോകാൻ വേണ്ടി യാതൊരു ഒരു രീതിയിലും നമ്മൾ അവർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധ ചർച്ചകളിലൂടെ നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ സ്ഥലം അടിയന്തരമായിട്ട് സർവേ ചെയ്യാൻ വേണ്ടി. സർവേയിലൊക്കെ വനംവകുപ്പിൻ്റെയും സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ നാട്ടിൽ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അത് സമയബന്ധിതമായിട്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരു കമ്മിറ്റി, സബ് ഡിവിഷൻ ലെവലിലുള്ള കമ്മിറ്റി അത് പാസ്സാക്കി. അതിനുശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ കമ്മിറ്റി ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കഴിയുന്നത് 31-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നമുക്കത് കൂടാൻ വേണ്ടി നമ്മൾ ഡേറ്റ് ഇടും. അപ്പോൾ അതിനു മുമ്പ് ഈ കമ്മിറ്റിയിലെ മെമ്പറാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ അദ്ദേഹം എല്ലാം നമ്മൾ നേരിട്ട് കണ്ടെത്തി ആ കമ്മിറ്റി തന്നെ നേരിട്ട് പോയി ആ സ്ഥലം കണ്ട് പരിശോധിച്ചതിന് ശേഷം കമ്മിറ്റിയിൽ ഇരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം 30-ാം തീയതിയാണ് ചാർജ് എടുക്കുന്നത് അല്ലേ? ഇപ്പോൾ സത്യപ്രതിജ്ഞ എടുത്തല്ലോ. അപ്പോൾ പിന്നെ കമ്മിറ്റിയിൽ കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല. കഴിയുന്നതും അദ്ദേഹം പറഞ്ഞ പോലെ 2020 തന്നെ നമുക്ക് ഈ കമ്മിറ്റി കൂടാൻ വേണ്ടിയുള്ള നടപടി നമുക്ക് സ്വീകരിക്കാം. അതിനുശേഷം ജില്ലാ കമ്മിറ്റി അത് പാസ്സാക്കിയതിനു ശേഷം സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലേക്ക് വരുന്ന വർഷം അതിനുശേഷം 2-3 ദിവസത്തിന് തന്നെ നമുക്കത് അയക്കാം. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി 1-ാം തീയതി ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ജില്ലയിൽ ചീഫ് അടക്കമുള്ള മറ്റ് നേതാക്കന്മാരുണ്ട്. അവരുടെ കൂടെ സഹായത്തോടുകൂടി ഈ ഒരു പ്രശ്നത്തിൻ്റെ രൂക്ഷതയും ഇതിൻ്റെ ആവശ്യകതയും തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലെ മെമ്പർമാരെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്താനും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി കൂടി ഇതിന് പൂർണ്ണമായ ഒരു തീരുമാനമെടുത്ത് താഴേക്ക് തരാനുമുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഇത് 3 കമ്മിറ്റിയാണ്. അതിൽ ഒരു കമ്മിറ്റി കൂടി സർവേ കഴിഞ്ഞു, അളവുകളെല്ലാം ഫിക്സായി കഴിഞ്ഞു. അതിനുശേഷം ഈ ആഴ്ച തന്നെ നമുക്ക് രണ്ടാമത്തെ കമ്മിറ്റി കൂടാം. ആ കമ്മിറ്റി കൂടി എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നമുക്ക് വനംവകുപ്പുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു അനുവാദം വാങ്ങിക്കാമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത നിൽക്കുന്നത്. രണ്ടു തന്നെ ആയാലും ശരി, നമുക്ക് സംസ്ഥാന തലത്തിൽ ചെയ്യുവാനുള്ള സകല വർക്കുകളും ജോലികളും ഷുക്കൂർ, പി.ജി വൈൽഡ് ലൈഫ് വാർഡൻ എൻ രാജേഷ്, ജില്ലാ ട്രൈബൽ ഓഫീസർ ഇ.ആർ. സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ.വി. സജു, ബ്ലോക്ക് മെമ്പർ രമ്യ രാജേഷ്, വാർഡ് മെമ്പർ സുബൈദ അബൂബക്കർ, പൊതുപ്രവർത്തകരായ മാത്യു നൈനാൻ, കെ.എ. അബൂബക്കർ, പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ പഞ്ചായത്ത്